ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഞാനൊരു സിനിമാ നടനെ കാണാൻ പോവുകയാണ്. അഫ്കോഴ്സ് നമുക്കും ഇഷ്ടമുള്ള ഒരുപാട് നടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടനുണ്ട്. ആ നടനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വേറെ ആരല്ല കേട്ടോ. കഴിഞ്ഞ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ നീരജ് മാധവനെയും അങ്ങനെ ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. അതിൽ കുറച്ച് പേര് പറഞ്ഞൊരു പേരാണ് ടൊവിനോ തോമസ്. അതെ, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ടൊവിനോനെ കേട്ടോ. അപ്പം ഈ വീട് കണ്ടോ, ഈ വീട്ടിൽ അവരുടെ കാണാ എന്ന് പറഞ്ഞ ഒരു മൂവിയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് അൻരാജ്, ഇഷ്കിൻ്റെ സംവിധാനം അൻരാജ് മനോഹർ, എൻ്റെ അയൽവാസി, അവനാണ് എനിക്കൊരു ചാൻസ് ഉണ്ടാക്കി തന്നത്. ഇന്നലെ എന്നോട് പറഞ്ഞു ടൊവി ഇവിടെ ഉണ്ട്, വന്നോളൂ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ വന്നിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചു. പിന്നെ ആൾ ഭയങ്കര കൂളാണ്. ഷൂട്ടിങ്ങിൻ്റെ തിരക്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ടേക്ക് റെഡി ആകുമ്പോൾ മൂപ്പർ ഉള്ളിലോട്ട് പോകും. ടേക്ക് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. ആ പുറത്ത് വരുന്ന സമയത്തോടെ നമുക്ക് സംസാരിക്കാൻ കിട്ടുന്നത് ഒന്നുമില്ല. ഇന്നത്തെ എപ്പിസോഡ് വേറെ പ്രത്യേകിച്ച് ട്രാവൽ ലോഗോ കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനെ സിനിമയിലല്ലാതെ നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ വേണം അഭിനയിക്കാൻ ആർക്കും പറ്റും. പക്ഷേ റിയൽ ലൈഫിൽ അവരെങ്ങനെയാണ് നമുക്ക് അറിയണ്ടേ. കാണാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൊവിനോ ഒരു ഷൂട്ടിലാണ്, തിരക്കുള്ള മനുഷ്യനാണ്. നമുക്കൊരു 5 മിനിറ്റ് ടൈം വന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ സിനിമയാണ് കാണേ സിനിമ കഴിഞ്ഞിട്ട് മനോശോകൻ അത് കണ്ടിട്ട് മനസ്സിലായിട്ട് ഭയങ്കര പീസ്ഫുൾ സെറ്റപ്പാണ്. ലോക്ക്ഡൗൺ സമയത്ത് ടൈം പാസ് എന്ത് ചെയ്യുന്നു? വർക്കൗട്ടും എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പൻ്റെ അമ്മ, ചേട്ടൻ്റെ വൈഫ്, ഞാൻ, എൻ്റെ വൈഫ്. ഈ ലോക്ക്ഡൗൺ സമയത്താണ് മോനുണ്ടായത്. എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു, ചേച്ചിയുടെ പിള്ളേരുണ്ടായിരുന്നു. ലോക്ക്ഡൗണിൽ അവർക്ക് വലിയൊരു വെക്കേഷനാണ്. അവർക്ക് വീട്ടിലുണ്ടായിരുന്നു. അവൻ്റെ കൂടെ കൊടുത്തു കുറേ നാളെ അതിനിടയ്ക്ക് ഒരു അപകടം പറ്റി. അത് ഒരു മാസം കിട്ടി. പക്ഷേ അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടല്ല, ബ്ലഡ് ക്ലോട്ടായിരുന്നു. ശരിക്കും വയറിലൊരു 150 ബ്ലഡ് ക്ലോട്ടായി. അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. സമയമെടുത്താൽ മാറിക്കൊള്ളു. പിന്നെ ഇവിടെ ശാസ്ത്രീയ ആൾക്കാർ Excuse me, please. Okay. ഇത് ഇവിടെ സാധനം കൊള്ളു. ഇതിനെ കംപ്ലീറ്റ് നമ്മൾ ഡ്രോണ് മുതൽ ക്യാമറ സ്റ്റാൻഡ് കംപ്ലീറ്റ് ചെയ്തൊക്കെ ഫോണിൽ ചൂടാവും. എഞ്ചിൻ ചായ പൈസ കെട്ടിക്കാളും. അതല്ലെങ്കിൽ ഇവിടെ വന്നു മെയിനായിട്ട് ടോളിൽ ഞാൻ യാത്ര പോകുമ്പോൾ കഷ്ടപ്പെട്ട് 200 തിരിച്ച് ബൈക്ക് എടുത്തിട്ട് കണ്ടിട്ടുണ്ടോ? ഏറ്റവും ലോസ്റ്റ് സീറ്റ് അതേ കസ്റ്റമൈസിലാണ്. ഏറ്റവും കുറഞ്ഞ സീറ്റ് 200 സീറ്റ്. വണ്ടി എൻ്റെ അടുത്ത് 650 സീറ്റിൻ്റെ വേറെ ഉണ്ട്. പിന്നെ TVSൻ്റെ TVSന് അപ്ഡേറ്റ് ചെയ്ത് പൈസ കൊടുത്തു. സീറ്റിൽ നിന്ന് പോയിട്ട് നിങ്ങളടുത്ത് BMW ഈ വണ്ടി പിന്നെ ലോങ് പോകുമ്പോൾ ഏറ്റവും കഷ്ടപ്പെട്ടു. ഇത് നാട്ടിൽ നിന്ന് സ്വിച്ച് ആവും. അപ്പോൾ ഇങ്ങനെ അതിലേക്കൂടെ നോക്കുമ്പോൾ ഇതിങ്ങനെ കാണുന്നു. ഇത് 2 കുട്ടികൾ നമ്പറും എല്ലാം അപ്ഡേറ്റ്. നാട്ടിലെ കുട്ടികളോട് വെച്ച് അവർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈഫ് സ്റ്റോറി. ഇവിടെ നമ്പർ പ്ലേറ്റ് ഇതും ഫാൻസി നമ്പർ പ്ലേറ്റാണ്. 400505 നമ്പർ പ്ലേറ്റ് ഫാൻസി രണ്ട് സ്റ്റിക്കറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഡയറക്ടർ.
എനിക്ക് ഹൊറിസോണ്ടൽ എടുക്കണം തബ്ബിനില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന പരിപാടികൾ കഴിഞ്ഞു, നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ നല്ല തിരക്കിലാണ്, എന്താ പറയുക, ഷൂട്ടിൻ്റെ തിരക്കിലോട്ടോ. അതുകൊണ്ടാണ് ജസീലിൻ്റെ മുഖം കാണിച്ചത്, ഷബീറിൻ്റെ മുഖം കാണിച്ചത്. ഇതുവരെ ഞങ്ങൾക്ക് അറിയാമോ, ഇത് അജീഷ് ജോയിയാണ്. കഴിഞ്ഞ വീഡിയോയിലും വന്നിരുന്നു എൻ്റെ കൂടെ. എറണാകുളത്ത് വരും എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ PA അല്ലേ? യെസ്, PA ആട്ടോ മൂപ്പര്. സംഭവമൊന്നുമല്ല, ടൊവിനോനെ കാണാൻ പോകുന്നു എന്ന് ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഓടിപ്പിടിച്ച് 6 മണിക്ക് എഴുന്നേറ്റിട്ട് എൻ്റെ ഹോട്ടലിൻ്റെ റൂമിലുണ്ട്. ചക്കിർ പോകാനായില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതേ നമ്മുടെ അനുരാജ് മനോഹർ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇവരെ കാണാൻ നമുക്ക് ഒന്നും പോകണം, ടൈമൊന്നുമില്ല. നീ നഷ്ടപ്പാരൊക്കെ പോയി വിളിച്ചാൽ നടക്കേണ്ടി വരും. നമ്മൾ ചെറുപ്പത്തിലേ കുറച്ച് കിടക്കട്ടോ, നല്ലതല്ലേ. മൂപ്പര് ഇഷ്കിൻ്റെ സംവിധായകനാണ്. പിന്നെ വളരെ സൂപ്പർ ഹിറ്റ് ആയ ഒരു സിനിമയാണ്. ഇഷ്കിൻ്റെ ഡയറക്ടറാണ് അനുരാജ് മനോഹർ. അനുരാജ് അത്രയല്ലേ വേണ്ടു, അത്രയേ വേണം. ഇവിടെ അയൽവാസികളാണ്, അപ്പുറത്തിപ്പുറത്തേയും പോരെയാണ് നാട്ടിൽ. ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പിന്നെ ടൊവിനോനെ കാണാൻ താല്പര്യമുണ്ട്, പിന്നെ എറണാകുളത്തേക്ക് വരുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ചാൻസ് ആക്കി തരും. മൂപ്പര് സ്പോട്ട് നമുക്ക് ചാൻസ് ആക്കി തന്നു. ആർക്കെങ്കിലും ഇനി അടുത്ത പ്രാവശ്യം കാണണമെന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പറ, എന്താ പരിപാടി? സിനിമയൊന്നുമില്ല? സിനിമയുടെ ഒരു ചെറിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. സിനിമയില്ലാതെ ജീവിതമില്ല. ഇല്ല, സിനിമ തന്നെയാണ് ജീവിതം. പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണുള്ളൂ. അപ്പോൾ അത് എഴുത്ത് പരിപാടിയൊക്കെ നടക്കുന്ന രഞ്ജിത്ത് എന്ന് പറഞ്ഞ സുഹൃത്താണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകണം. ഉടൻ തന്നെ അനൗൺസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. ടോബി നമ്മുടെ ഒരു സുഹൃത്താണ്, അതുകൊണ്ട് നീ പറഞ്ഞ ആവശ്യപ്രകാരം ഞാൻ ടോബിയെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ടോബി അങ്ങനെ സാധാരണ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരാളാണ്. വളരെ ഈസി ആയിട്ടുള്ള അതെ, നമ്മൾ നല്ല മനുഷ്യരുടെ, വളരെ കൂളാണ്, വളരെ ചിരിച്ച്, വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല മനുഷ്യർ. നമ്മൾ പിന്നെ സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കില്ല പലരുടെയും ആറ്റിറ്റ്യൂഡ്. ചിലവർ മോശമുണ്ടാകും, ചിലവർ നല്ലവരുണ്ടാകും. നമ്മൾ നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവണം. ഉപരി ഞാൻ പേഴ്സണലി ഞാൻ കണ്ടു, ഒരു 10-15 മിനിറ്റോളം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച്, നിന്ന് സംസാരിച്ച്, നടന്ന് സംസാരിച്ചു, വണ്ടിയൊക്കെ കണ്ടു. ഒരാൾ സൂപ്പർ കൂളാട്ടോ. നമ്മൾ യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റിയ ഒരു ടീമാണ്. യങ്സ്റ്റേഴ്സിന് പറ്റിയ ടീമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യങ്സ്റ്റേഴ്സിന് പറ്റിയ ടീം അടുത്ത കൂട്ടത്തിൽ ഞാനോ വല്ല നായകൻ. അല്ല, അപ്പൊ നമ്മള് രണ്ടുപേരുണ്ടാവും. മല്ലുവിനെ വെച്ചൊരു സിനിമ പിടിക്കും, ജീവിതകഥ. അത് എനിക്കറിയാം, അല്ലെ ഈ പ്രായത്തിൽ നമ്മൾ ഒരുമിച്ച് കാണുന്ന കേട്ടോ. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ഏതായാലും മൂപ്പര് പറഞ്ഞ ഏതായാലും എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഒരു ക്ലിപ്പ് ഞാൻ ഏതായാലും മുറിച്ച് വെച്ചോ. കാരണം മൂപ്പര് അടുത്ത പടത്തിൽ ഞാൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ ക്ലിപ്പ് നമ്മൾ എടുക്കും, എന്തായാലും എടുക്കും കേട്ടോ. ഗൈസ്, ഞാൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയാണ്, മല്ലു ട്രാവലർ അങ്ങനെ സിനിമയിലേക്ക് കാൽവെക്കുകയാണ്. വലിയ റോള് വേണമെന്നൊന്നും പറഞ്ഞിട്ടായിരുന്നു. ചെറിയ ചായ അടിക്കുന്ന വല്ല റോളൊന്നും കൊടുത്താൽ മതി. അല്ല, മറ്റേ ഒരു എന്താ പറയാ, അടിപൊളി റോളാണ്. ചായ അടിച്ചവർക്ക് ഇപ്പോൾ എത്ര പ്രാവശ്യം കുടിക്കണം ഈ സാധനം കുടിച്ച് ഫുള്ളാണ്ടത്. ഏതായാലും എൻ്റെ ഫോളോവേഴ്സിനോടാണ് എന്താ പറയുക, ഒരു വലിയൊരു ഹാപ്പി ന്യൂസ് അനൗൺസ് ചെയ്യാണ്. നമ്മുടെ അനുരാജ് സി മനോഹറിൻ്റെ അടുത്ത അടിപൊളി ഒരു വെടിക്കെട്ട് മൂവി വരാൻ പോകുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മല്ലു ട്രാവലർ ആയിരിക്കും നായകൻ. ജസീൽ അതിലെ സഹനായകൻ, ഷബീർ അതിൽ ഗുണ്ട, നടി. ഞങ്ങൾക്ക് ഒരു ഹിന്ദി നമുക്ക് ഹിന്ദി പറയല്ല, ഹിന്ദിയിൽ തെറിയിട്ടല്ല മനസ്സിലാവുന്നല്ലോ. നല്ല ഹിന്ദി അടിപൊളി നടി വേണം. തമാശ പറഞ്ഞ ആരും മൈൻഡ് എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് തേക്കടിയിലേക്കാണ്. നമ്മൾ എന്ന് വെച്ചാൽ ഈ രണ്ടുപേരില്ല, ഇവരുമില്ല, അജീഷും ഇല്ല. കാരണം അജീഷിന്റെ അമ്മ പറഞ്ഞോലോ മോനെ രാത്രിക്ക് പുറത്തിറങ്ങരുത്, അതാണ് കാര്യം, അതന്നെ കാര്യം. അതെ, പിന്നെ ഷബീർ എന്ന് പറയുമ്പോൾ ജസീലിന്റെ വീടിന്റെ കട്ടിലോപ്പം നാളെ. അതുകൊണ്ട് ജസീൽ എനിക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ കൂടെ വന്നത്. അതെ, ഷബീറിന്റെ കടയിൽ പണിയുണ്ട്. ഇവർ രണ്ടുപേരും ബൈക്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ ഗോൾഡ് വിങ് എടുത്ത് നേരെ ഇടുക്കി കുന്നിയേറാൻ പോവുകയാണ്. അനുരാജ് അവൻ്റെ വണ്ടി എടുത്തിട്ട് നേരെ അവൻ്റെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. കാരണം വളരെ പോസിറ്റീവായ എപ്പിസോഡാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ട് സംസാരിക്കാൻ പറ്റി, അതിന് അവസരം ഒരുക്കി തന്നത് അനുരാജാണ്. മൂപ്പർക്ക് നന്ദി. പിന്നെ അതുപോലെ ഈ ഒരു നിലയിലെത്തിച്ച നിങ്ങൾക്കും നന്ദി കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് തേക്കടിയിലേക്കുള്ള ട്രിപ്പാണ്. തേക്കടിയിൽ എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ ഉപ്പ, ഉമ്മ, വൈഫ്, ബ്രദർ, സിസ്റ്റർ, അവരുടെ ഹസ്ബൻഡ്, അവരുടെ വൈഫ്, എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുമായിട്ട് ഫാമിലി വ്ളോഗാണ് നമ്മൾ അടുത്ത വീഡിയോസിൽ കാണാൻ പോകുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യരുത്, അടുത്ത എപ്പിസോഡ് കാണാം കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.